റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിൽ മലയാളികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൂലിപ്പട്ടാളത്തിൽ ചേർന്നത് എന്ന പ്രതികളുടെ വാദം കള്ളം. യുദ്ധമേഖലയിൽ എത്തിയവരെ കബളിപ്പിച്ച് പ്രതികൾ തയ്യാറാക്കിയ വ്യാജ കരാറിന്റെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. റഷ്യയിൽ കൊല്ലപ്പെട്ട സന്ദീപ് ചന്ദ്രനിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രത്തിൽ പ്രതികൾ ഉടമ്പടികൾ എഴുതി ചേർത്തത് യുവാവിന്റെ മരണശേഷം. ന്യൂസ് മലയാളത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് മോചനം സാധ്യമായത് എന്ന് രക്ഷപ്പെട്ടെത്തിയ റെനിൽ തോമസിന്റെ ഭാര്യ അനു പറഞ്ഞു. രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അമ്മയ്ക്കോട് പറഞ്ഞു, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അമ്മ ഒരു കാരണത്താലും വിഷമിക്കേണ്ട, മോൻ സേഫായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അത്രയും ഉറപ്പ് തന്നാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് ആൾ കൺവിൻസ് ചെയ്ത്. പോരാത്തതിന് ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു മുദ്രപേപ്പറും കുറച്ച് ഫയലുകൾ സൈൻ ചെയ്യിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ചിരുന്നു. ക്യാൻറ്റീനിൽ കുക്കായി പോകാമെന്നാണ് തന്നോട് പറഞ്ഞത്. പോകേണ്ടെന്ന് കരുതിയപ്പോൾ സുമേഷ് ആന്റണി വീട്ടിലെത്തി ബന്ധുക്കളെ സ്വാധീനിച്ചെന്ന് റെനിൽ തോമസ്. വളരെ വേദനയുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. നമുക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് അത്രയും വേദനയുണ്ട് ഇങ്ങനെ പറയുമ്പോൾ. തങ്ങൾ റഷ്യയിലെത്തിയാൽ കൊല്ലപ്പെടുമെന്ന് പ്രതികൾക്കറിയാമായിരുന്നു. അതറിഞ്ഞുകൊണ്ട് സേഫ് ആകാൻ വേണ്ടിയാണ് മുദ്രപത്രങ്ങളിൽ ഒപ്പിട്ട് വാങ്ങിയതെന്ന് സന്തോഷ് ഷൺമുഖം. മുദ്രപത്രം അതേപോലെ എഴുതല്ല, മുദ്രപത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അതേപോലെ ചെക്ക് ലീഫും പറഞ്ഞു. അത് ചെക്ക് ലീഫ് ഈ വൈഫിൻ്റെ പേരിൽ വേണം, കാരണം പൈസ റിട്ടേൺ അവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മുദ്രപത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അതിൽ വേറെ ഒന്നും എഴുതിയിട്ടുണ്ടായില്ല, ബ്ലാങ്ക് ഇതായിരുന്നു. ഒന്നും അതിൽ ഒപ്പ് ഇട്ട്, കാരണം ഇത് നമുക്ക് പോകാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് മേടിച്ചത്. അല്ലാണ്ട് അതിൽ നമുക്കൊന്നും അറിയില്ല ഇതിനെപ്പറ്റി. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം അത്രയും നമുക്കറിയുള്ളൂ. അതിൽ കൂടുതൽ കാര്യമൊന്നും അറിയില്ല. ഇതൊരു മനഃപൂർവ്വം, അതായത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കൊല്ലപ്പെടുന്ന അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചത്. കാരണം ഇവർക്ക് സേഫാകാൻ വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചാണ്. അല്ലാണ്ട് കാരണം അവർക്കറിയാം, വ്യക്തമായിട്ട് അവർക്ക് ധാരണയുണ്ട്, കാരണം ഞങ്ങൾ കൊല്ലപ്പെടുന്നു. ലെവിൻ കെ വിജയനുണ്ട് വിശദാംശങ്ങളുമായി. ലെവിൻ, ഈ ആളുകൾ രക്ഷപ്പെട്ടു വരുന്നത് വലിയ ആശ്വാസമാകുമ്പോഴും ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന അതീവ ഗുരുതരമായ വിവരങ്ങൾ തന്നെയാണിപ്പോൾ. ഈ എത്തരത്തിലും സമ്മതപത്രമൊക്കെ ഉണ്ടാക്കി, രേഖകളൊക്കെ ഉണ്ടാക്കി ആളുകളെ അവിടെ എത്തിക്കുക, വലിയ കമ്മീഷൻ കൈപ്പറ്റുക, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്? അതിൽ മനുഷ്യക്കടത്ത് സംഘങ്ങൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ലൈസൻസ് പോലുമില്ലാത്ത വിദേശ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യക്കടത്ത് സംഘങ്ങൾ എത്രമാത്രം തന്ത്രപൂർവ്വമാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. ഇന്നലെ എല്ലാം അറസ്റ്റിലാകുന്നതിന് മുൻപും അറസ്റ്റിലായതിനു ശേഷവും ചോദ്യം ചെയ്യലിനിടെ പ്രതികൾ ആവർത്തിച്ച് പോലീസിനോട് പറഞ്ഞത് ഈ ആളുകൾ എല്ലാവരും തന്നെ റഷ്യയിലേക്ക് എത്തപ്പെട്ടതും കൂലി പട്ടാളത്തിന്റെ ഭാഗമായതുമെല്ലാം തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. തങ്ങൾ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി തന്നെയാണ് റഷ്യയിലേക്ക് എത്തിയത് എന്നുള്ളൊരു വാദമായിരുന്നു ഇവർ ഉന്നയിച്ചത്. ഇതിന് തെളിവുകളായിട്ടാണ് ഈ മുദ്രപത്രങ്ങളും എഗ്രിമെന്റുകളും മറ്റും ഇവർ കാണിച്ചതും പോലീസിനെ എല്ലാം. പക്ഷേ അത് പോലീസിന് കൃത്യമായി മനസ്സിലാക്കാനായി ഇവരുടെ ഇത്തരമൊരു വാർത്ത ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ പുറകുവശത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അന്ന് ഈ അറസ്റ്റിലായ സന്ദീപ് തോമസും സുമേഷ് ആന്റണിയുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴൊക്കെ അവർ നമ്മളോട് പറഞ്ഞത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ റഷ്യയിലേക്ക് എത്തപ്പെട്ടത്. കൂലിപ്പട്ടാളത്തിന്റെ ഭാഗമായത് അവരെല്ലാവരും സ്വമനസായാലേ താല്പര്യപ്പെട്ടാണ്. റഷ്യൻ ആർമിയുടെ ഭാഗമായി ജോലി ചെയ്യാൻ സന്നദ്ധരായത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്നുള്ള വാദങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത്. പക്ഷേ അത്തരം വാദങ്ങളെയൊക്കെ പൊളിക്കുന്ന തെളിവുകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. സന്ദീപ് ചന്ദ്രൻ റഷ്യയിൽ എത്തി കൊല്ലപ്പെട്ട ആദ്യ മലയാളിയാണ് സന്ദീപ് ചന്ദ്രൻ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മരിക്കുന്നത്. ഷെല്ലാക്രമണത്തിൽ റഷ്യൻ പട്ടാളത്തിന്റെ ഭാഗമായിരുന്ന സന്ദീപ് ചന്ദ്രൻ മരിച്ചതോടുകൂടിയാണ് ഈ സംഭവം ജനങ്ങളിലേക്ക് എത്തുന്നതും പിന്നീട് അതിന്റെ നിരന്തരം ഫോളോ ചെയ്ത് പോകുന്നതുമല്ല. അപ്പോൾ സന്ദീപ് ചന്ദ്രന്റെ വാർത്തയിൽ നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ സന്ദീപ് പ്രകാരമാണെന്ന് സന്ദീപിന്റെ മരണശേഷം ഇതിൽ കൃത്യമായി എഴുതി ചേർക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അതായത് റഷ്യൻ ആർമിയുടെ ഭാഗമായി ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, റഷ്യൻ സർക്കാരിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുമേഷ് ആന്റണിയുമായി കരാർ ഒപ്പിട്ട് റഷ്യയിലേക്ക് പോകാൻ തയ്യാറായത് എന്നുള്ളത് ഒപ്പിട്ട് വാങ്ങിയ മുദ്രപത്രങ്ങളിൽ എഴുതി അത് പിന്നീട് ടൈപ്പ് ചെയ്ത് അത് പ്രിന്റാക്കി മാറ്റി അത് ബന്ധുക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്ന ചതിയായിരുന്നു ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ഏജന്റുമാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിൽ സന്ദീപ് ചന്ദ്രന്റെ കാര്യം മാത്രമാണ്
മുദ്രപത്രത്തിൽ മാത്രം പുറത്തു വന്നിരിക്കുന്ന തെളിവുകളായി നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ അത് തന്നെയാണ് മറ്റുള്ള എല്ലാവരുടെയും കാര്യത്തിൽ ആവർത്തിച്ചത്. അതിന്റെ പ്രതികരണങ്ങളാണ് അല്പസമയങ്ങൾക്ക് മുൻപ് റഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ സന്തോഷ് ഷൺമുഖനും റെനിൽ തോമസും നമ്മളോട് പറഞ്ഞത്. റെനിലിന്റെ ഭാര്യ അനു നമ്മളോട് പറയുന്നത് ഇയാൾ നേരിട്ട് വീട്ടിലെത്തി തന്റെ അമ്മയെയും മറ്റുള്ള ബന്ധുക്കളെയും എല്ലാം സ്വാധീനിച്ച് ഇയാൾ റഷ്യൻ പട്ടാളത്തിലേക്കല്ല പോകുന്നത്, റഷ്യയിൽ ഒരു ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള നിരന്തരമായ പ്രലോഭനങ്ങൾ ഏർപ്പെടുത്തി പോകാൻ മനസ്സില്ലെന്ന് പറഞ്ഞപ്പോഴും ബന്ധുക്കളുടെയൊക്കെ ഒരു ടെൻഷൻ മൂലം പോകണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തിലാണ് ഈ മലയാളികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയത് എന്നൊക്കെയുള്ള രേഖകൾ ഈ ആളുകളെ കബളിപ്പിച്ച് തയ്യാറാക്കിയതാണ്. ആ വ്യാജ കരാറിന്റെ തെളിവുകളാണ് ന്യൂസ് മലയാളം ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.